അപ്പൊ നമുക്കേ ഇന്ന് ഇതേപോലെ ബാറ്റർ ഒഴിച്ച് ഒരു ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട, ഒരു മസാല പൊറോട്ട ഉണ്ടാക്കി നോക്കിയാലോ? സമയം കളഞ്ഞ ഉടനെ വീഡിയോയിലേക്ക് പോവാം. പക്ഷെ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. ഈ റെസിപ്പി കറക്റ്റ് ആയിട്ട് വർക്കാവണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ വേണം, പിന്നെ ടൈം വേണം, ഇതിന്റെ ടെമ്പറേച്ചറും കറക്റ്റ് ആയിരിക്കണം. ഈ മൂന്നും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വീർത്തു വരും, ഇങ്ങനെ വീർത്തു വരും. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൻ. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ബാറ്റർ കൊണ്ട് 5 എണ്ണാണ്ട് ഉണ്ടാക്കാൻ പറ്റണേ. അതിന് വേണ്ടത് ആട്ട 1 കപ്പ്, മല്ലിയില കുറച്ച് ഫൈനായി ചോപ്പ് ചെയ്ത്, വെളുത്തുള്ളി ഇങ്ങനെ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിക്കിടാം, ഒറ്റ ക്ലോസ് കേട്ടോ. ഉപ്പ് 1/2 ടീസ്പൂൺ, പിന്നെ ക്രഷ് ചില്ലി 1 ടീസ്പൂൺ. അതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് 1 കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് വിസ്ക് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് മെൽറ്റഡ് ബട്ടർ 3 ടേബിൾ സ്പൂൺ അതും ചേർക്കാം. അതിനാണ്ട് വിസ്ക് ചെയ്യാം. ഒരു പാൻ ലോ മീഡിയം ഹീറ്റിൽ, നോൺ സ്റ്റിക്ക് പാൻ ആണ് കേട്ടോ, ഇവിടെ ഒരു തവി മൊത്തം ആ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ദോശ പരത്തുന്ന പോലെ പരത്തണ്ട, ചെറുതായിട്ട് ഓൾറെഡി പരന്നതേ അതിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് സമയം എടുക്കും, പേഷ്യൻസ് വേണം. അത് കഴിഞ്ഞ് സൈഡിൽ നിന്ന് സൂക്ഷിച്ച് എടുത്തിട്ട് ഒറ്റ ഫ്ലിപ്പ്. അത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൂടുതലും അമർത്തരുത്, ചെറുതായിട്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ അങ്ങോട്ട് തേച്ച് കൊടുക്കാം. വീണ്ടും അത് തിരിച്ചിടാം. അത് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഓയിൽ വീണ്ടും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരുന്നുണ്ടാവും. ഇത് കണ്ട അതേപോലെ പതക്കനെ പൊന്തി തുടങ്ങും. ഇതിൻ്റെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടെമ്പറേച്ചർ കറക്റ്റ് ആയാലാണ് ഈ സാധനം നമ്മൾ ഈ പൊന്തണ പോലെ പൊന്തുള്ളൂ. അതല്ലെങ്കിൽ ഈ സാധനം പൊന്തില്ല. സൂക്ഷിച്ച് കൃത്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ശരിക്കും അടിപൊളി ഒരു മസാല റൊട്ടി കഴിക്കാം. അതും ലിക്വിഡ് ഡോ വെച്ചിട്ട്. ഓക്കെ, സൂപ്പറായിട്ട് പൊന്തിയില്ലേ? ഇങ്ങനെയാണ് പൊന്തി കിട്ടും. ഈ ഒഴുകണ ബാറ്റർ വെച്ചുണ്ടാക്കിയ ചപ്പാത്തി, പൊറോട്ട, എന്ത് വേണമെങ്കിലും വിളിച്ചോ. നല്ല മസാലയൊക്കെ ഇട്ട് സാധനം റെഡി ആയിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ സാധനം റെഡി ആയിട്ട് വരണമെങ്കിൽ ഇതിന്റെ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം. ഓക്കെ, നല്ല ഉള്ളൊക്കെ ഓക്കെ, നല്ല സോഫ്റ്റ് ആണ്, നല്ല ചൂടുണ്ട്. കഴിച്ചു തുടങ്ങിയിട്ടുണ്ടോട്ടെ. നല്ല അത്യാവശ്യം നല്ല മസാലയും സ്പൈസസും ഒക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട്. ഞാനൊന്നും കഴിക്കണ്ടേ, നമ്മുടെ ഉള്ളിക്കറിയുടെ കൂടെയാണ് കേട്ടോ. എന്റെ റെസിപ്പി വേണമെങ്കിൽ എന്റെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസ് വേണം, ടൈം വേണം, ടെമ്പറേച്ചറിൽ കറക്റ്റ് ആയിരിക്കണം. ഇത് 3 റെഡി ആയാലാണ് ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുള്ളൂ. ക്ഷമയോട് കൂടി ഉണ്ടാക്കാം, ആസ്വദിച്ചില്ല. ഓക്കെ, ബൈ.